കാസർഗോഡ് ജില്ലയിലെ ചന്തേര എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോ ഉള്ളത് അല്ലേ ടീച്ചറെ? പോലീസ് സ്റ്റേഷന്റെ സ്ഥലത്ത് അവിടെയാണ് ഞങ്ങളുള്ളത് കേട്ടോ. അപ്പം ഈ ടീച്ചറിനെ ഇവിടെ വെച്ച് പരിചയപ്പെട്ട് വന്നപ്പോഴാണ് കുറച്ച് പേരെയൊക്കെ പഠിപ്പിച്ച കാര്യമൊക്കെ ടീച്ചർ പറയുന്നേ. ആരെയൊക്കെയാ പഠിപ്പിച്ചിട്ടുള്ളേ? കാവ്യ മാധവന. എത്രാം ക്ലാസ് ചേച്ചി? പിന്നെ 6th അവള് ഇതിന് പോകുമ്പോ ആദ്യമായിട്ട് അഴകിയ രാവണന്റെ അതിന് പോകുമ്പോ ആ സമയത്ത് ട്യൂഷൻ എടുക്കും അല്ലേ? ടീച്ചർ വീട്ടിൽ ചെന്ന് ട്യൂഷൻ എടുക്കുന്ന ആളാ. എന്തോരം കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്? കുറെ പേരെ പഠിപ്പിച്ചു. എല്ലാവരും ഡോക്ടർമാരൊക്കെ ആയി. ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. ഓരോ വീട്ടിലും നടന്നു പോയിട്ട് ടീച്ചർ ചെരുപ്പൊന്നും ഇടത്തില്ല കേട്ടോ. എത്ര വർഷമായി ചെരുപ്പിടാതെ നടക്കണം? കുറെ വർഷങ്ങളായി ചെരുപ്പിടുന്നില്ല. എന്താ കാര്യം? അത് പഴനിയില് ദർശനത്തിന് പോകും. അതുകൊണ്ടാണോ? ടീച്ചറിന്റെ പേര്? നാരായണി ടീച്ചർ. നാരായണി ടീച്ചറാണ് കേട്ടോ ഇത്. ഇവിടെ ഉള്ളവർക്ക് എല്ലാം ടീച്ചർ ഭയങ്കര ഇവിടെ ഫേമസ് ആണ് അല്ലേ? ഇതൊക്കെ പത്രത്തിലൊക്കെ വന്നത് ഞാൻ കേട്ടിരുന്നു. അതെന്താ പത്രത്തിൽ വരാൻ കാര്യം? ഇങ്ങനെ കുട്ടികൾക്ക് വീട്ടിൽ ചെന്ന് ക്ലാസ് എടുത്ത് നല്ല മാർക്കോടെ എല്ലാവരും പാസ്സാകുന്നു. അതുകൊണ്ട് അല്ലേ? ഫീസ് ഒന്നും മേടിക്കൂലെന്ന് പറയുന്നു. തരുന്നത് മാത്രം, അവര് തരുന്നത് മാത്രം, അല്ലാതെ ഇത്ര രൂപയെന്ന് പറഞ്ഞ് ടീച്ചറിന് ഫീസ് ഒന്നും ഇല്ല കേട്ടോ. ഒരുപാട് വർഷങ്ങളായി ടീച്ചർ അല്ലേ? ടീച്ചറിന്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടപ്പോ നമുക്കൊരു കൗതുകം. ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ കാണുമ്പോ വിടാൻ പാടില്ലല്ലോ, പരിചയപ്പെടണ്ടേ അല്ലേ ടീച്ചറെ? പിള്ളേര് പഠിച്ചു പോയ പിള്ളേരൊക്കെ ഇല്ലേ, അവർക്ക് ടീച്ചറിനെ വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ട്, വരുന്നുണ്ട്. കാണാൻ വരുമോ? ടീച്ചർ എവിടെയാ? അവിടെ അടുത്ത് തന്നെയാണോ വീടൊക്കെ ഉള്ളത്? ഇവിടെ മാഞ്ഞാട്ടായിപ്പോ. മാഞ്ഞാട്ടാണ്. ജനിച്ചു വളർന്നതൊക്കെ ഈ നാട്ടിൽ തന്നെയാ? അല്ല, പിന്നെ നീലേശ്വരം. കാവ്യമാധവന്റെ നാട്ടില്. അതല്ലേ നീലേശ്വരം അല്ലേ കാവ്യമാധവന്റെ നാട്? സ്വന്തം സ്ഥലം അല്ലേ? അവിടെയാണ് ജനിച്ചു വളർന്നതൊക്കെ. നീലേശ്വരത്താ. സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ലേ? ഇല്ല, ക്ലാസ് തന്നെ. ഇങ്ങനെ തന്നെയാ പഠിപ്പിക്കുള്ളൂ? വീട്ടിൽ പോയിട്ട് മാത്രം. അതെന്താ അപ്പൊ ടീച്ചർ ആവാനായിട്ട് അന്ന് ഈ BEd ഒക്കെ തുടങ്ങിയ സമയത്താണോ ടീച്ചറിന്റെ പഠനമൊക്കെ കഴിഞ്ഞല്ലേ? അതിനൊക്കെ മുന്നേ അല്ലേ? BEd ഒക്കെ അത്ര ആയില്ലല്ലോ വന്നിട്ടല്ലേ? അപ്പൊ സ്കൂളിൽ പഠിപ്പിക്കാനൊന്നും പോവാത്ത എന്താ? ക്ലാസ്സിന് തന്നെ കുട്ടികളുണ്ടായി. പിന്നെ അതന്നെ മതി. പിന്നെ എനിക്ക് അസുഖങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് വേണ്ടെന്ന് വെച്ചത് അല്ലേ? നടന്നേ പോളൂ, അതായത് വേറെ വണ്ടി അങ്ങനെയൊന്നും എടുക്കൂല അല്ലെ? നടന്നു മാത്രം, അതും ചെരുപ്പില്ലാതെ. പിന്നെ പഴനി മല കയറുന്നത് അതുകൊണ്ടാണ്. ബർത്ത്ഡേക്ക് അവിടെ തന്നെ. ബർത്ത്ഡേക്ക് അവിടെയാണോ? വിഷു സംക്രമം അപ്പോഴാണ് ബർത്ത്ഡേ. എത്ര വയസ്സായി? 65. ഈ ചിരി കേട്ടോ ഹൈലൈറ്റ്. ഈ ചിരി എപ്പോഴും ടീച്ചറിന്റെ മുഖത്തുണ്ടാവും അല്ലേ? ടീച്ചർ ഇങ്ങനെ അവിടെ വന്ന് തൊഴുമ്പോഴേ എന്നോട് സജിതേച്ചിയൊക്കെ പറഞ്ഞു, സജിതേച്ചിയുടെ മോനെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും എപ്പോഴും. ചെരുപ്പൊന്നും ഇടൂല, ഇങ്ങനെ ഓടി നടക്കുമെന്ന്. എല്ലാവർക്കും ഒരു മാതൃകയല്ലേ? പഠിപ്പിച്ച ഒരുപാട് പേര് ഒരുപാട് വലിയ പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. ഉണ്ട്. പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന പക്ഷെ നമ്മുടെ കാവ്യമാധവനെയാ. കാവ്യമാധവൻ പഠിക്കാൻ എങ്ങനെയായിരുന്നു? പഠിക്കാൻ നല്ല ഇതായിരുന്നു, മിടുക്കായിരുന്നോ? ഞാൻ സാറ്റർഡേ സൺഡേ കിട്ടും അവളാ. 2 ദിവസമാണ് പഠിപ്പിക്കാൻ പോകുന്നത്. നന്നായി പഠിക്കായിരുന്നോ? ആണല്ലേ? ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ അമ്മ കഴിഞ്ഞ പ്രാവശ്യം വിളിക്കോ? ആണ്. ടീച്ചറിനെ മറന്നിട്ടില്ലല്ലേ? എന്തെങ്കിലും കുസൃതി ഓർക്കുന്നുണ്ടോ അന്നത്തെ? കാവ്യമാധവന്റെ അടിച്ചിട്ടുണ്ടോ കാവ്യനെ? ആരെയും പിള്ളേരെ അടിക്കാറുണ്ടോ? അങ്ങനെ അടിക്കൂല. അടിക്കാതെ പഠിപ്പിച്ചു കൊടുക്കും. പഠിക്കാനായിട്ട് ഫസ്റ്റ് കിട്ടും. ആണോ? പഠിക്കാൻ പിന്നോട്ട് നിൽക്കുന്ന പിള്ളേരുണ്ടാവുമല്ലോ, പിന്നോട്ട് നിൽക്കുന്നവരെ ഉയർത്തി കൊണ്ടുവരുക. അതെ. എങ്ങനെ പഠിപ്പിക്കും? അപ്പൊ അവരെ എഴുതി പഠിപ്പിക്കും, ബുക്കൊക്കെ വായിപ്പിക്കും. അങ്ങനെ അവരെ ഓക്കെ ആക്കി എടുക്കും അല്ലെ? ഓക്കെ ആക്കി എടുക്കും. അവരൊന്നും വഴക്ക് പറയാത്ത ടീച്ചറാണ്. ടീച്ചർ ഒരു ദിവസം എത്ര കിലോമീറ്റർ വരെയൊക്കെ നടക്കും? മണിക്കൂറിൽ 35 കിലോമീറ്റർ നടക്കുന്ന ടീച്ചറിന്റെ ന്യൂസ് എടുത്തിട്ട് വരണമെന്ന് പറഞ്ഞു. മണിക്കൂറിൽ 35 കിലോമീറ്റർ നടക്കുന്ന ടീച്ചറാ. എന്റെ ദൈവം, ഞാൻ ഇങ്ങനെ മണിക്കൂറിൽ ഇത്ര കിലോമീറ്റർ വേഗതയിൽ പോകുന്ന വാഹനങ്ങളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. കുട്ടി പറഞ്ഞു. അതെവിടെ നിന്ന് വന്ന കുട്ടിയാണ് വീഡിയോ എടുക്കാൻ? ഡൽഹിന്ന്. ആ കുഞ്ഞ് പഠിക്കുന്ന കുഞ്ഞിനെ അതെ. അവ ഇവിടെയൊന്നുമല്ല, വേറെ നോർത്ത് ഇന്ത്യയില് അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ലെവലിലുള്ള മീഡിയയിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടല്ലേ ടീച്ചർ? കിലോമീറ്റർ ജോലിയായി ഇപ്പൊ ഇത് മുഖാന്തരം ആണോ? നമ്മളുടെ ഇതേ നാട്ടിൽ ഏകദേശം അടുത്ത് ഉദിനൂര് വെച്ചിട്ടാണ് നമുക്ക് ലക്ഷ്മി അമ്മയെ കിട്ടിയത്. നിങ്ങൾ ആരും മറന്നു കാണില്ലല്ലോ. നമ്മുടെ വീഡിയോ നമ്മൾ ആർക്കെങ്കിലും റെഫർ ചെയ്യുമ്പോൾ ലക്ഷ്മി അമ്മയുടെ വീഡിയോ 90 വയസ്സായിട്ടും
ആ കിടന്ന കിടപ്പിൽ പാട്ട് പാടുന്ന ഒരു അമ്മയുണ്ടല്ലോ, ലക്ഷ്മി അമ്മ നമ്മള് ഉണ്ടല്ലോ. അപ്പൊ അതും ഇത് ഏകദേശം അടുത്ത നാടാ. വേറൊരു അപ്പൂപ്പനെ ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്, ഒന്നല്ല 2. ഇവിടെ ഭയങ്കര പ്രത്യേകതയുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇവിടെ നിന്ന് ഇപ്പൊ പെട്ടെന്ന് കണ്ടുപിടിച്ച് നമ്മുടെ മുമ്പിൽ വന്ന ഒരു മണിമുത്താണ് നമ്മുടെ ടീച്ചർ, നാരായണ ടീച്ചർ. താങ്ക് യു നമുക്ക് കുറച്ച് സമയം തന്നതിലെ. ഇനി അടുത്ത ട്യൂഷന് പോവല്ലേ? അപ്പൊ നടക്കട്ടെ. വിദ്യാലയത്തിലെ കുട്ടിക്ക്, ഹിന്ദി വിദ്യാലയത്തിലെ കുട്ടീനെ പഠിപ്പിക്കാൻ പോകണം. ടീച്ചർ തിരക്കിനിടയിൽ നമ്മുടെ അടുത്ത് 2-3 മിനിറ്റ് നിന്നാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.